ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമയാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമ തിയേറ്ററുകളിൽ ഇന്നത്തോടെ കൃത്യം 2 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 15ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച ഹോൾഡ് ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 28 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 27 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ 55 ലക്ഷം 60 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് ഉണ്ടാകും. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 23 കോടി 24 കോടി റേഞ്ചിൽ എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ആകെ കേരള ഷെയറും അങ്ങനെ 10 കോടി കടന്നിരിക്കുന്നു എന്ന് കൂടി ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം സിനിമയുടെ കൃത്യമായ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. 45 കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിട്ടുണ്ടാകും നിലവിൽ ഉറപ്പിക്കാം. കാത്തിരിക്കൂ ഓഫീസറിന്റെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട്. ഓഫീസറിന് മുന്നേ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ രേഖാചിത്രമാണല്ലോ വലിയ വിജയം നേടിയെടുത്തിരിക്കുന്നത്. ആസിഫ് അലി നായകനായി എത്തിയ രേഖാചിത്രം ഇന്നിപ്പോഴത്തെ വൈകിട്ടോടെ സോണി ലെവൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണാം. ഇതിനിടയിൽ രേഖാചിത്രം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതുപ്രകാരം അവസാനം അപ്ഡേറ്റ് ചെയ്തതുപോലെ 57 കോടിയിൽ പരമാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. കേരളത്തിൽ 26 കോടി 85 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കേരള ഷെയർ കളക്ഷൻ കൊണ്ട് തന്നെ നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തു എന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ വന്ന സിനിമ ഓവർസീസിൽ നിന്നും 25 കോടി 45 ലക്ഷം ഗ്രോസ് ആണ് നേടിയെടുത്തത്. അങ്ങനെ 57 കോടി 30 ലക്ഷം രൂപയാണ് രേഖാചിത്രത്തിന്റെ ഫൈനൽ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. സിനിമയുടെ ബഡ്ജറ്റ് 10 കോടിയിൽ താഴെയാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. അപ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് വലിയ ലാഭകരമായ സിനിമയായിട്ട് ആസിഫ് അലിയുടെ രേഖാചിത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത വലിയ വിജയമായ സിനിമ, അതോടൊപ്പം തന്നെ ആസിഫിന്റെ രണ്ടാമത്തെ 50 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നീ പ്രത്യേകതകൾ കൂടി രേഖാചിത്രത്തിനുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.